സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസിൽ കണ്ടെത്തിയത് 14 ലക്ഷത്തിലേറെ രൂപ. കാക്കനാട് RTO ഓഫീസ് ഉദ്യോഗസ്ഥന്റെ ഫോണിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ UPI ഇടപാട് കണ്ടെത്തി. പണം കൂടുതലും നൽകിയത് വാഹന ഡീലർമാരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് അനുഭവിച്ചത് കൊടിയ പീഡനം. ഡിജിറ്റൽ തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറി. സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസ്. കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടിൽ കുഞ്ഞുമായി അമ്മ പുഴയിൽ ചാടി. അമ്മ റിമയുടെ മൃതദേഹം കിട്ടി. 2.5 വയസ്സുള്ള കുഞ്ഞിനായി തെരച്ചിൽ. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ജാതി സെൻസസിനൊപ്പം സാമ്പത്തിക സെൻസസ് കൂടി വേണമെന്നും വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ച VD സതീശൻ. വെള്ളാപ്പള്ളിയുടേത് മുഖ്യമന്ത്രിയുടെ വാക്കുകളെന്നും കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ 19-കാരന് ദാരുണാന്ത്യം. മരിച്ചത് പനിയമുട്ടം സ്വദേശി അക്ഷയ്. വൈദ്യുത കമ്പി റോഡിലേക്ക് വീണത് ഒടിഞ്ഞ മരം പോസ്റ്റിലേക്ക് പതിച്ച്. ചീഫ് എഞ്ചിനീയർ അന്വേഷിക്കുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കൊല്ലം തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെയും KSEBയെയും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പ്രതി ചേർക്കും. ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിൽ 6 അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ KSEB ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി. സ്കൂൾ തിങ്കളാഴ്ച തുറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന്. സ്ഥിരം താൽക്കാലിക VCമാരുടെ നിയമനം, കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം ഉൾപ്പെടെ ചർച്ചയ്ക്ക്. കൂടിക്കാഴ്ച വൈകിട്ട് 3:30 രാജ്ഭവനിൽ.